നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് രണ്ട് ടൈപ്പ് സാരി കാണാം. ഒന്ന് നമ്മുടെ ടിഷ്യൂ സിൽക്കിൽ വന്നിട്ടുള്ള, ഇതിപ്പം വിഷു സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ വിഷു സ്പെഷ്യൽ ആണെന്ന് ഞാൻ പറയത്തില്ല, അല്ലെന്ന് ഞാൻ പറയത്തില്ല. കാരണം വിഷുവിന് മാത്രമല്ല കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് ഇങ്ങോട്ട് കാണിക്കാം. അല്ലെങ്കിൽ അല്ലാതെയും നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻ വെയർ സാരി തന്നെയാണ്. വിഷുവിന് മാത്രം ഉടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാരിയല്ല. എന്നാൽ വിഷുവിൻ്റെ സാരിയാണെന്നും പറഞ്ഞ് ഉടുക്കുകയും ചെയ്യാം. വിഷുവിൻ്റെ സാരിയാണെന്നും പറഞ്ഞ് നമുക്ക് പറ്റിക്കാം. അങ്ങനെ ഒരു സാരി. ഇത് കണ്ടോ, ഇത് ടിഷ്യൂ സിൽക്കാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും ഭയങ്കര ഇങ്ങനെ പടുപടാന്നല്ല. ഇത് കണ്ടോ, ഭയങ്കരമായിട്ട് സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ്, നമ്മുടെ രീതിക്ക് വഴങ്ങി വരുന്ന ഒരു സാരി. ഇതിൽ കാണിച്ചിരിക്കുന്ന ഇതിപ്പം ബ്രഷ് പെയിൻറ്റിങ്ങാണ്, പക്ഷേ പ്രിൻ്റ് എടുത്ത പോലെ ഫിനിഷിംഗ് ആണ്. കണ്ടോ, ഇത് മുഴുവൻ പെയിൻറ്റിങ് ആണ്, പക്ഷേ പ്രിൻ്റ് എടുത്ത പോലെ നല്ല ഫിനിഷിങ്. ഇത് ഇപ്പോൾ വന്നിട്ട് ഈ കാണിക്കുന്നത് മുന്താണി. ഈ ഭാഗം മുന്താണിക്ക്, ഈ ഭാഗം അടിയിൽ തൊട്ട് ഇങ്ങനെ കണ്ടോ ഇതായിട്ട് വരും, ബോർഡറായിട്ട് വരും. മേളിലും ബോർഡർ കാണുന്ന ഭാഗത്തുണ്ട്, മേളിൽ ഇവിടെ കാണുന്ന ഭാഗത്തുണ്ട്, കാണുന്നില്ലാത്തടത്ത് ഇല്ല. ഇതിന് വിത്ത് ബ്ലൗസും കൂടെ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയും. ഇതിപ്പോൾ നേവി ബ്ലൂ ആ ബ്ലൗസ്. ഇത് കണ്ടോ, നമ്മുടെ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. അതിൽ ഇങ്ങനെ ഒരു കോപ്പർ കൊണ്ടൊരു ത്രെഡ് പോയിരിക്കുക, കോപ്പറിൻ്റെ സിൽക്ക് ത്രെഡ് വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ബ്ലൗസ്. ഇതും കൂടെ കൂടി അപ്പോൾ നമുക്ക് നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം. ആ ഒരു നീല ടാസിലും ഒക്കെ ചെയ്ത് ഇങ്ങനെ നല്ലൊരു സാരി, ഒരു വെറൈറ്റി സാരി. നിങ്ങൾക്ക് ഇപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് ഇടാം, ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇടാം, അങ്ങനെയല്ല. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തൊരു സാരിയല്ല ഇത്. ആർക്ക് വേണമെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു സാരിയാണ്. നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നത്. ഫങ്ഷൻ വെയർ ആണ് ടിഷ്യൂ സിൽക്ക്. അടുത്ത അതിൻ്റെ വേറെ ഷെയ്ഡ് ബ്ലാക്ക്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഡിസൈനിലൊന്നും വ്യത്യാസമില്ല. ഈ ഡിസൈനിൽ വന്നിരിക്കുന്ന കളറുകളിലും ബ്ലൗസിൻ്റെ കളറുകളിലും മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം ഏകദേശം എല്ലാം ഒരുപോലെയാണ്. ഇത് കണ്ടോ, മുന്താണി ഇങ്ങനെ വരും, ബാക്കി ഇത് ഇങ്ങനെ തന്നെ, താഴത്തെ ബോർഡർ ഇങ്ങനെ ഒരു സാധനം ഒരു ഇച്ചിരി ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ കയറി ചെയ്തേക്കുന്നതാണ്. ഇങ്ങനെ പെയിൻറ്റാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ഫിനിഷിങ്ങും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അതൊരു ഭംഗിയുണ്ട്. ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ഉടുക്കുന്നതേ. ഇതിപ്പോൾ ബ്ലാക്കാണ്, ബ്ലാക്ക് ചെയ്ത് എല്ലാം ബ്ലൗസിൻ്റെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നതെല്ലാം ഒരുപോലെ തന്നെ. ഈ കളറുകൾ മാത്രം മാറുന്നുള്ളൂ. 1000 എത്രയാണ് വില ഞാൻ പറയുന്നില്ല. എന്തിനാ ഞാൻ പൊട്ടത്തരം നിന്ന് പറയുന്നു? ഞാൻ പറയുന്ന എല്ലാം തെറ്റിച്ചാണ് പറയുന്നത്. ഇതിനിപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ നൂർത്ത് കാണിക്കേണ്ട കാര്യമില്ല. ഒരു ഇതേ ഉള്ളൂ, ഒറ്റ പ്രിൻ്റല്ല ആ ഡിസൈൻ ആണോ? ആണെങ്കിലാണ് അല്ല കേട്ടോ, പല ഡിസൈനാ. ഇതിന് വേറൊരു ഡിസൈൻ കേട്ടോ. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ പടം വരച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ ഡിസൈൻ, കൊടുത്തേക്കുന്നൊക്കെ രീതിയല്ല ഒന്നാണ്. ഇനി അതും തെറ്റിയാക്കോ പണി വാളൂ. അവിടെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കട്ടോ. കാണിക്കണമെങ്കിൽ എങ്ങനെ കാണിക്കും? നല്ല വശം എങ്ങനെ കാണിക്കും? ഇങ്ങനെ നൂർക്കണോ? ഇത്ര നേരം എങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്? ഇത് താഴത്തെ ബോർഡറിൻ്റെ ഇതിന് ഡിസൈൻ വേറെ ഉണ്ട്, ഇച്ചിരി അകത്തോട്ട് കയറി വരുന്നുണ്ടല്ലേ ഇങ്ങനെ. ഇത് ബോഡി ഫുള്ളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് കാണിച്ചാൽ ഇങ്ങോട്ട് കാണിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട്. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു വെർട്ടിക്കലല്ലേ, എന്നാ പറയുന്നത്, ചെരിഞ്ഞ് കോർണറിൽ നിന്ന് ഒരു കോർണർ ടു കോർണർ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ രീതിക്കാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെ. അപ്പം അത് ബോഡിയിലേക്ക് കയറി വരുമെന്ന് ചോദിച്ചാൽ അങ്ങ് വരെ വരത്തില്ല, നമ്മുടെ ഈ ഒരു പാർട്ടില്ലേ അവിടം വരെ വരും. ഇങ്ങനെ കണ്ടോ, പല കളറിൽ. ഇതിനിപ്പോൾ നമുക്ക് ഇതിനൊരു വിത്ത് ബ്ലൗസ് ഉണ്ടല്ലോ, കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ്. ഇത് കോഫി ബ്രൗണിൻ്റെ ഷെയ്ഡുണ്ട്. പക്ഷേ നമുക്ക് വേറെ ബ്ലൗസുകൾ വേണമെങ്കിലും കുറച്ചും കൂടി നല്ല എന്നാ പറയുന്നത് ഡിസൈൻസൊക്കെ ആക്കി ഇടണമെങ്കിൽ ഇടാം. പക്ഷേ ടാസിൽ വരുമ്പോൾ കോഫി ബ്രൗണാണ്. ഇതുണ്ടോ, കോഫി ബ്രൗണാണ്. കോഫി ബ്രൗൺ. അയ്യോ, ഇത് ഡബിൾ ഷെയ്ഡാണ് അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മെറൂണാന്ന് തോന്നുന്നു. ഇങ്ങനെ ശരിക്കും നോക്കുമ്പോൾ കോഫി ബ്രൗൺ.
ഇതിനകത്ത് തന്നെ വെക്കണം. അല്ല ടാസിൽ നോക്കിയാൽ മതി ബ്ലൗസ് ഏതാണെന്ന് നമുക്കറിയാം. അടുത്തത് ഇങ്ങനെ സാരിയുടെ സ്റ്റഫ് വളരെ നല്ലതാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സ്മൂത്തുമാണ്, നല്ലൊരു ലുക്ക് കിട്ടും നമുക്ക്. ആ ഫങ്ഷൻ വെയറിൻ്റെ നല്ലൊരു ലുക്കും കിട്ടും. എനിക്കുള്ള വോയിസാണോ ഇത്? ഇങ്ങനെ കാണിക്കണേ, എനിക്കിങ്ങനെ കാണിച്ചാൽ താഴത്തെ ഇത് മുന്താണി ഇങ്ങനെ 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 ഒരു ഇത് പോവുക, താഴെ കൂടെ മാത്രം ചെറിയ ചെറിയ രീതിക്ക്. ബ്ലൗസ് വരുമ്പോൾ ഗ്രീൻ, ഈ ഒരു ഗ്രീൻ കണ്ടോ, ഈ ഇത്തരത്തിലുള്ള ആ ഗ്രീൻ തന്നെ. ഫോട്ടോ കാണിക്കണോ? ഇതിരിക്കും, ഇങ്ങനെ ഇരിക്കും. ഇപ്പം കാണിച്ചതിൻ്റെ കേട്ടോ. അടുത്തത് ഇത് ബ്ലൗസ് റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണേ ബ്ലൗസേ. ഇതിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കാം. എല്ലാ ഡിസൈനും ഒരുപോലെയാണെന്ന് വിചാരിച്ച ഞാൻ തെറ്റിപ്പോയി. ഞാനല്ല, എനിക്ക് തെറ്റിപ്പോയി. ഇത് മുന്താണി, താഴെ ഇങ്ങനെ വന്നിട്ട് താഴെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്പർ നോക്കി തന്നെ വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ. അടയാളമായിട്ട് ബ്ലൗസ് നോക്കിയാൽ മതി. ബ്ലൗസാണ് എൻ്റെ അടയാളം ബ്ലൗസാണ്. റാണി പിങ്ക് കളർ ബ്ലൗസ്. നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട്, ഒരു വെറൈറ്റി ഫങ്ഷൻ വെയർ ബ്ലൗസ്. ഇനി നമുക്കൊരു നോർമൽ സാരിയാണ്, സോഫ്റ്റ് സിൽക്ക് അങ്ങനത്തെ ഒരു സാരി കാണാം. അതിനകത്ത് ഒരു ബാട്ടിക്ക് പ്രിൻ്റ് എന്ന് പറയാം അല്ലേ, ബാട്ടിക് പ്രിൻ്റാണ്. ഞാൻ ഇങ്ങനത്തെ സാരി നേരത്തെ കാണിച്ചിട്ടുള്ള സോഫ്റ്റ് സിൽക്ക്, സിൽക്ക് എന്ന് പറയുന്നില്ല, സിൽക്കി. ഇതാണ് സാരി. വലിയ വിലയൊന്നുമില്ല, പക്ഷേ നമുക്ക് ഫങ്ഷൻ ഉടുക്കുകയും ചെയ്യാം. ഇതിനകത്ത് നിറച്ചൊരു പേപ്പറാണ്. ഇങ്ങനെ ഇരിക്കും സാരിയെ. അത് പറഞ്ഞു. ഇതിനെ ഈ സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴേ ഇപ്പം ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴേ ഡബിൾ ഷെയ്ഡ് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു റെഡും ഒരു ഗ്രീനും കാണാം. ഇത് എല്ലാ സാരിയിലും ഈ ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്. അതാരും തെറ്റിദ്ധരിച്ചേക്കരുത്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം നിങ്ങൾ ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അറിയാം ഒരു റെഡിൻ്റെ ഒരു അതൊരു വീവിങ്ങിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഡൈയിങ്ങിൻ്റെ അല്ല, വീവിങ്ങിൻ്റെ പ്രത്യേകത കേട്ടോ. അതെല്ലാ സാരിയിലും ഉണ്ട്. ഈ മോഡൽ സാരി കാണിക്കുന്നത് ഞാൻ എടുത്തങ്ങ് കാണിക്കുക. ഇങ്ങനെയുണ്ട്. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഇതുണ്ട്. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഡബിൾ ഷെയ്ഡിൻ്റെ ഫീൽ ചെയ്യും. അതൊരിക്കലും അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരു ഡബിൾ ഷെയ്ഡ് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരിത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കരുത്. ചിലരെങ്കിലും ഓർക്കത്തൊന്നുമില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഞാനങ്ങ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്തേലും പറഞ്ഞിട്ട് കൊടുത്താൽ ഈ സ്കിപ്പാക്കി കാണുന്നതുകൊണ്ടേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ലോ. ഇത് മുന്താണി, ഇത് ബ്ലൗസ്. ഇങ്ങോട്ട് വാ ബ്ലൗസേ, പശുവിനെ ഇങ്ങോട്ട് കെട്ടിയിട്ടേക്കോ. ഇത് കേട്ടോ ബ്ലൗസ്. ഇതാണ് ഈ സാരി. ഇത് കൂട്ട് കുറേ കളറുകളുണ്ട്. അതിപ്പം വന്നിട്ട് നല്ല ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാം, ഗ്രീൻ. ഇത് വാടാമുല്ല. ഇത് മുന്താണിയും ഇതും കൂടെ ഒന്നിച്ച് കിട്ടുമായിരുന്നു, നല്ല എളുപ്പമായിരുന്നു കാണിക്കാനല്ല, ഒരു രസമുണ്ടായിരുന്നു കാണാൻ. ഇതുണ്ടോ, സോഫ്റ്റാണേ, ഭയങ്കര സോഫ്റ്റാട്ടോ. ഇത് കണ്ടോ, ഒഴുകി പോകത്തില്ല, പക്ഷേ ഫ്ലോയി ആയിട്ട് അങ്ങ് പോകത്തില്ല, സോഫ്റ്റാണ്. ഇത് എന്താണ് ഇങ്ങനെ
ബ്ലൗസ് കാണിക്കണ്ടല്ലോ, ഇത് തന്നെ ബ്ലൗസ്. ഇത് ഇത് വരുന്നു ബോഡിക്ക് ബാട്ടിക്ക് പ്രിൻ്റ്. ആ വിലയ്ക്ക് അത്രയും ഒരു സിൽക്കി ടച്ച് തരുന്ന ഒരു സാരി നല്ലതാണ്. അതേ പറയുന്നത്. ഇത് കൊണ്ട് ഇതിലൊക്കെ ഉണ്ട് ആ ഒരു സംഭവം കേട്ടോ, 2 കളറ് 2 ഡബിൾ ഷെയ്ഡിൻ്റെ ആ ഒരു സാധനം വരുന്നത്. നേവി ബ്ലൂ അല്ലല്ലേ. മുന്താണി ഇങ്ങനെ വരും മുന്താണി. ബ്ലൗസ് കാണിക്കണ്ടല്ലോ, ഇത് വരും ബ്ലൗസ്. ബീട്രൂട്ട് അല്ലെങ്കിൽ പർപ്പിൾ. പർപ്പിൾ ബ്ലൗസ് അത് തന്നെ കേട്ടോ, അതുകൊണ്ടാണ് ബ്ലൗസ് കാണിക്കാത്തത്. മുമ്പേ കണ്ട കളറിന് മാത്രമല്ലേ മാറുന്നുള്ളൂ. ഇപ്പം വന്നിട്ടൊരു തവിട്ട കളർ എന്ന് പറയാം, അടയ്ക്കായുടെ കളർ, അടയ്ക്ക കളർ. അല്ലല്ലേ, ഡാർക്ക് മെറൂൺ. ഡാർക്ക് മെറൂൺ കണ്ടോ, എന്താണ് ഇങ്ങനെ. ഒലീവ് ഗ്രീൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് അല്ല ഡാർക്ക്. എല്ലാ കളറും നല്ലതാണ്, ഒരു കളർ വഴുക്കാന്ന് പറയാനില്ലല്ലേ. ഞാൻ തന്നെ ഒന്ന് വർത്താനം പറയുന്ന പോലെ ഇവിടെ. അഭിനയമല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. കോഫി ബ്രൗൺ, തനി കോഫി. കണ്ടോ, ഓരോന്നും കാണിക്കുമ്പോൾ പറയും കണ്ടോ. ഞാൻ എന്നെ തന്നെ പറയുമോ. എന്താണ് ഇങ്ങനെ ഹതം ചിരിക്കുന്നത്, ഹിന്ദി അറിയത്തില്ലല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.